നമസ്കാരം. സ്പീക്കറുടെ നിരുത്തരവാദപരമായ നിലപാട് കാരണം ബംഗാളിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് രാജ്ഭവനിൽ നടക്കേണ്ടിയിരുന്ന 2 നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുടങ്ങി. തൊട്ടുപിന്നാലെ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ഡൽഹിയിലേക്ക് തിരിച്ചു. സ്പീക്കർ ഗവർണറുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കുകയും പദവിക്ക് നിരക്കാത്ത രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തതാണ് MLA-മാരുടെ സത്യപ്രതിജ്ഞ അനിശ്ചിതത്വത്തിലാക്കാൻ കാരണം. ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞയിൽ നിന്ന് സ്പീക്കറെ ഒഴിവാക്കിയത് മമതാ സർക്കാരിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച 2 TMC MLA-മാർക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 രാജ്ഭവനിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അനുമതി ഗവർണർ നൽകിയിരുന്നു. പതിവിന് വിപരീതമായിട്ടാണ് ഇത്. സാധാരണഗതിയിൽ MLA-മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ വെച്ചാണ് നടക്കാറ്. എന്നാൽ ഇക്കുറി സ്പീക്കറുടെ അനുചിതമായ പെരുമാറ്റവും മുഖ്യമന്ത്രിയുടെ വക്താവായി മാറിക്കൊണ്ടുള്ള പ്രവർത്തന ശൈലിയുമാണ് ഗവർണറെ ചൊടിപ്പിച്ചിരിക്കുന്നത്. നിയുക്ത MLA-മാർ നിശ്ചിത സമയത്ത് എത്താതിരുന്നതിനെ തുടർന്ന് ഗവർണർ ഡൽഹിയിലേക്ക് തിരക്കിട്ട് പോവുകയായിരുന്നു. ഭരണഘടന അനുസരിച്ച് MLA-മാർ സത്യപ്രതിജ്ഞ നടത്തേണ്ടത് ആരുടെ മുന്നിൽ എന്ന് തീരുമാനിക്കേണ്ടത് ഗവർണറാണ്. ഗവർണർക്ക് നേരിട്ടും ഇത് ചെയ്യാം. ബംഗാൾ നിയമസഭാ സ്പീക്കർ സ്ഥാനത്തും അസ്ഥാനത്തും ഗവർണറുടെ പദവിയുടെ അന്തസ്സിനെ മാനിക്കാത്ത നിലയിൽ സംസാരിക്കുന്നു എന്നത് ഗവർണറെ ചൊടിപ്പിച്ചു. അതുകൊണ്ട് ഇതാദ്യമായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഒരു പട്ടികജാതി നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട MLA-ക്ക് ഗവർണർ സത്യപ്രതിജ്ഞയ്ക്കുള്ള അവസരം ഒരുക്കിയത് രാജ്ഭവനിലായിരുന്നു. ഇക്കുറിയും അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ തനിക്ക് ഗവർണറുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ എങ്കിലും അത് അസംബ്ലിയിൽ വെച്ചായിരിക്കണമെന്ന് MLA-മാർ ആവശ്യപ്പെട്ടു. അതേസമയം തൽക്കാലം തീരുമാനം പുനഃപരിശോധിക്കുന്നില്ല എന്ന നിലപാടാണ് രാജ്ഭവൻ എടുത്തത്. തുടർന്ന് സ്പീക്കറുടെ ഇടപെടൽ നിമിത്തം രാജ്ഭവനിൽ സത്യപ്രതിജ്ഞയ്ക്ക് വരാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഒരു MLA അറിയിച്ചു. സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികർക്ക് തന്നെയാണ് എന്ന് വ്യക്തമാക്കിയ രാജ്ഭവൻ നിയമം അതിന്റെ വഴിക്ക് പോകും എന്ന ശക്തമായ നിലപാടെടുത്തു. ഭരണഘടന അനുസരിച്ച് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല എങ്കിൽ അസംബ്ലിയിൽ ഇരിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടും. സത്യപ്രതിജ്ഞ ചെയ്യാതെ അസംബ്ലിയിൽ തുടരുന്ന ഓരോ ദിവസവും 500 രൂപ പിഴ ചുമത്തുമെന്നും നിയമം അനുശാസിക്കുന്നു. ഗവർണർ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ് മമതാ സർക്കാർ ലോകായുക്തയായി നിയമിച്ച വ്യക്തിക്ക് നിയമനം നിയമപരമല്ല എന്ന കാരണത്താൽ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ ചുമതലയെടുത്ത് ഏതാനും നാൾക്കകം ഗവർണർ വിസമ്മതിച്ചു. ഈ നിലപാട് മമതാ സർക്കാരിന് മനസ്സില്ലാ മനസ്സോടെ അംഗീകരിക്കേണ്ടി വന്നു. പിന്നീട് ഗവർണറുടെ നിർബന്ധപ്രകാരം ഗവർണർ നിർദ്ദേശിച്ച രീതിയിൽ നിയമനത്തിൽ ഭേദഗതി വരുത്തിയതിനു ശേഷമാണ് ലോകായുക്ത ചുമതലയേറ്റത്. മമതയോട് വ്യക്തിപരമായി നല്ല ബന്ധം പുലർത്തുമ്പോൾ തന്നെ ഭരണഘടനാപരമായും നിയമപരമായുള്ള കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന ശൈലിയാണ് ഗവർണർ ബോസ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. സ്പീക്കർ മുഖ്യമന്ത്രിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ശക്തമായി നിൽക്കെയാണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്കിടയുള്ള ഈ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്.